രാം നാരായൺ രാം. എല്ലാവരും ഈ ഭൂമിയിലെ മുഴുവൻ ഭൂമി നമ്മുടേതാണെന്ന് ചിന്തിക്കുകയും സഹോദരന്മാരായി വിത്തു വിതച്ച് വിളവ് കൊയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഭൂമിയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലേ? പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് ഈ മനോഭാവം ഉണ്ടാകുന്നില്ല. ചൂഷണ നയം ഞങ്ങളെ നശിപ്പിക്കുന്നു. ആരാണ് ദാരിദ്ര്യത്തെ അകറ്റാൻ ആഗ്രഹിക്കാത്തത്? എന്നാൽ മറ്റൊരാളെ അടിച്ചമർത്തി മുന്നോട്ടു പോകുന്ന നയം നല്ലതല്ല. നമ്മുടെ രാജ്യം ഒരു കൂട്ട കുടുംബമായി നിലനിൽക്കണം. ലക്ഷങ്ങൾ കോടികൾ വരുമാനം ഉണ്ടാക്കുന്നവർ അതെന്തിന് തൻ്റെ കയ്യിൽ ഒളിപ്പിക്കണം? ഒരാൾ കോടീശ്വരനായി സഞ്ചരിക്കുമ്പോൾ മറ്റൊരാൾ ഭക്ഷണം ലഭിക്കാതെ മരിക്കുന്നു. സമ്പാദ്യ മനോഭാവം കൊണ്ടാണ് നമ്മൾ എല്ലാം നശിപ്പിച്ചത്. മഹാത്മാക്കളും ഗുരുമാരും തപസ് ചെയ്തു. പക്ഷേ അവർക്കൊക്കെ തങ്ങളുടെ മതത്തെ, വിഗ്രഹത്തെ മഹത്തായതാക്കാനുള്ള ശ്രമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനൊപ്പം ഭൂതപ്രേതങ്ങളുടെ ഭയാനകമായ കഥകളും സൃഷ്ടിച്ചു. താൽക്കാലിക സമാധാനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ മാത്രം പങ്കുവച്ചു. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സന്തോഷം നൽകുന്നു. എന്നാൽ ഇത് ദാദിമാരുടെ രാക്ഷസ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ്, ഒരു പരികഥ പോലെ. ഇന്നത്തെ ആത്മീയത വെറും കഥകളിലേക്കാണ് ചുരുങ്ങിയത്. സമൂഹം ഇതിലൂടെ അലഞ്ഞു പോകുകയാണ്. ഓരോ വ്യക്തിയും തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കഥകൾ പറഞ്ഞ് കൈകളാൽ തൊട്ടുകൊണ്ട് ഒരു ബിസിനസ് പോലെ ആഹാര്യമാകുകയാണ്. രാജ്യം പ്രായോഗിക ചിന്തകളിലൂടെ മാത്രമേ ശക്തിപ്പെടുകയുള്ളൂ. വിഭജന മനോഭാവം കൊണ്ടു നാം എല്ലാം നഷ്ടപ്പെടുത്തി. ഇത് ഒരു മഹാപ്രളയത്തെപ്പോലെയാണ്.